നിങ്ങളെല്ലാവരും സമ്മറിന് ഒരു അടിപൊളി വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണോ? എങ്കിലിതാ ഈ റീൽ നിങ്ങൾക്കുള്ളതാണ്. നമ്മളിന്ന് പോയത് ഹോളി ഐലൻഡ്. ഇത് വെറും ഒരു ഐലൻഡല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ റോഡുണ്ടല്ലോ, അത് ഈ മെയ്, ജൂൺ, ജൂലൈ ഈ 3 മാസങ്ങളിൽ മാത്രമേ ഓപ്പൺ ഉള്ളൂ. അതുമാത്രമല്ല, നമ്മൾ പോകാൻ പോകുന്നൊരു കാസിലുണ്ട്, അതും വിൻ്റർ സമയങ്ങളിൽ ക്ലോസ്ഡ് ആയിരിക്കും. പോകുന്ന വഴിയിൽ ഒരു ചർച്ചൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ കയറി പ്രാർത്ഥിച്ച് നേരെ പോയത് ആ കാണുന്ന കാസലിലോട്ടേക്കാണ്. കാസിലെത്തുന്നതിന് മുൻപായിട്ട് സൈഡിലൊരു മ്യൂസിയം ഉണ്ട്. സോ അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി അറിയാൻ പറ്റും. പോകുന്ന വഴിയിൽ നല്ല ചെമ്മരിയാടുകളും പിന്നെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ അത് അടിപൊളിയാണ്. നമ്മൾ നേരെ കാസലിൻ്റെ അടുക്ക് ചെല്ലുന്നു. സൈഡിലുള്ള പൂക്കളൊക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ പോയ ടൈമിൽ ഒരു 23 ഡിഗ്രി വെതർ ആയിരുന്നെങ്കിൽ പോലും ആ ഒരു കടലിലത്തെ ശക്തമായ കാറ്റ് കാരണം ഭയങ്കര തണുപ്പായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും നല്ലൊരു പോസിറ്റീവ് ആംബിയൻസും വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഇതിൻ്റെ വേറൊരു സൈഡിലോട്ടേക്കാണ്. അങ്ങോട്ടേക്കും നമുക്കൊരു 10-15 നമ്മൾ ഈ നടന്ന കാസിലോട്ടേക്ക് നടന്ന സെയിം ഡിസ്റ്റൻസിന് നമ്മൾ അങ്ങോട്ടേക്കും തിരിച്ച് നടക്കണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു കടലിലത്തെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, അതായത് ബ്ലൂ ഗ്രീൻ കളർ, അതിൻ്റെ ശരിക്കുമുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇനിയും കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ട്രക്കിങ് അത്ര ഇഷ്ടമില്ലാത്ത കാരണം നമ്മളിവിടെ വെച്ചിട്ടെല്ലാം മൈൻഡപ്പ് ചെയ്തു. പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് മാഗ്നറ്റൊക്കെ മേടിച്ച് നമ്മൾ അങ്ങനെ